Good morning all. Welcome to my class. Hope you are doing well. So, നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്ക്വയർ ഓഫ് സം അല്ലേ? എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. എല്ലാവർക്കും ഓർമ്മയില്ലേ? ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും ചെയ്തിരുന്നോ ഹോംവർക്ക്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ലൈൻസും കൂടി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കിട്ടിയിരുന്നോ? ഇതായിരുന്നില്ലേ പാറ്റേൺ? എല്ലാവർക്കും ചെയ്യാൻ കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത എന്തായിരുന്നു? നോക്കി എല്ലാവരും. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ വന്നിരിക്കുന്നത് എന്ത് ടൈപ്പ് നമ്പേഴ്സാ? ഓഡ് നമ്പേഴ്സ് ആണല്ലേ? ഓക്കെ, 3, 5, 7. പക്ഷെ 1 ഇല്ല അല്ലേ? അപ്പൊ ഓഡ് നമ്പേഴ്സ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം അല്ലേ? 1-നേക്കാളും വലിയ ഓഡ് നമ്പേഴ്സ് ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് വരുന്നത് എന്തായിരിക്കും? 9 ആയിരിക്കും. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നോക്കി, ഇവിടെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് അല്ലേ? സോ ഇവിടെ വരാണെങ്കിൽ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതാലോ നമുക്ക്. നോക്കി, 5 സ്ക്വയർ എത്രയാ? 25. 25 4 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എത്ര? 16. 25 മൈനസ് 16 നമുക്ക് 9 കിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ വന്നിരിക്കുന്നത് നിങ്ങൾക്ക്? 11. അടുത്ത ഓഡ് നമ്പർ ഏതാ? 11 ആണ് അല്ലേ? 11 നമുക്ക് ഇതുപോലെ എങ്ങനെ എഴുതാം? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഓക്കെ, 6 സ്ക്വയർ 36 മൈനസ് 25 11 കിട്ടും. സോ ഇവിടുത്തെ പാറ്റേണിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, സോ നമ്മളിവിടെ ഈ ഓഡ് നമ്പേഴ്സിന് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള 1-നേക്കാൾ വലുതായിട്ടുള്ള ഓഡ് നമ്പേഴ്സിനെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിക്കണം. എങ്ങനെയുള്ള സ്ക്വയേഴ്സാ? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആണ്, തൊട്ടടുത്ത് കിടക്കുന്ന സ്ക്വയേഴ്സ് ആണ്. പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, ഇതെല്ലാം എന്താ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ? കറക്റ്റ് ആയിട്ട് നമുക്ക് റൂട്ട് എടുത്ത് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. 36ന്റെ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഒക്കെ എന്താ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. സോ നമുക്ക് ഓഡ് നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് എല്ലാ ഓഡ് നമ്പേഴ്സിനും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിനും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആൾജിബ്ര എഴുതി നോക്കണം അല്ലെ? ആൾജിബ്ര വൈസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഇതിന്റെ ആൾജിബ്ര എങ്ങനെ വന്നേ നോക്കാം. സപ്പോസ് ഞാൻ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് നമ്മുടെ 1, 2, 3 പോകുന്ന നമ്പേഴ്സിനെ ഞാൻ ഇവിടെ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാമെന്നിരിക്കും. എക്സ് വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനറൽ ആയിട്ട് ഈവൻ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈവൻ നമ്പേഴ്സ് എന്ന് എന്താ? 2ന്റെ മൾട്ടിപ്പിൾസ് മാത്രമാണല്ലേ? 2, 4, 6, 8 അങ്ങനെ പോകും. സോ നാച്ചുറൽ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈവൻ നമ്പറിനെ എനിക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 2x എഴുതിക്കൂടെ? ഈവൻ നമ്പറിനെ ജനറൽ ആയിട്ട് 2x ഇട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എക്സിന് 1 കൊടുത്താൽ ഈവൻ നമ്പർ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലെ? എക്സിന് 2 കൊടുത്താൽ ഈവൻ നമ്പർ ആയിട്ടുള്ള 4 കിട്ടും. എക്സിന് 3 കൊടുത്താൽ ഈവൻ നമ്പർ ആയിട്ടുള്ള 3 × 2 6 കിട്ടും. ഓക്കെ, സോ നാച്ചുറൽ നമ്പേഴ്സിനെ നോർമൽ നമ്പേഴ്സിനെ ഞാൻ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തു, ഈവൻ നമ്പേഴ്സിനെ 2x വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പേഴ്സിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത്. ഈവൻ നമ്പർ 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ എന്ത് വരും? അതിന്റെ കൂടെ 1 ചെയ്താൽ പോരെ? അപ്പൊ എന്ത് വരും? 2x + 1. ഓക്കെ, ശരിയാണോ നോക്കി നിങ്ങള്? ഇപ്പൊ x 1 ആണെന്ന് ശരിക്കും. ഇങ്ങനെയാണെങ്കിൽ 1 × 2 2 വന്നു ഈവൻ നമ്പർ. ഇവിടെ 1 കൊടുത്തു നോക്കി. 1 × 2 2 + 1 3 കിട്ടും. ഓക്കെ, അതുപോലെ എക്സിന് 2 കൊടുത്തു നോക്കി. 2 × 2 4 4 + 1 5 കിട്ടും അല്ലേ? സോ നമുക്ക് ഓഡ് നമ്പേഴ്സിന് ജനറൽ ആയിട്ട് എന്ത് എഴുതാം? 2x + 1 എന്ന് എഴുതാം. ഞാനിവിടെ എന്തിനാ ഇത് പറഞ്ഞെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കി, ഇവിടെ നമ്മുടെ ഓഡ് നമ്പേഴ്സ് ആണല്ലോ പറയുന്നത്. സോ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് എഴുതാൻ വേണമെങ്കിൽ 2x + 1 എന്ന് എഴുതാം. ഓക്കെ, 2x + 1 എഴുതാം. കാരണം അതെന്താ? നമ്മുടെ ഓഡ് നമ്പേഴ്സിനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് 2x + 1 വെച്ച്. സോ എനിക്ക് ഈ ഓഡ് നമ്പേഴ്സിന് പകരം ഇവിടെ ആൾജിബ്രയില് 2x + 1 എഴുതാലോ? സംശയമൊന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ വരും? ഓക്കെ, നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു പാറ്റേൺ മാത്രം നോക്കാം. ഏതാ?
3 equal to 2 square minus 1 square. ഓക്കെ, നമ്മൾ 1 കാണുന്നതിനെയല്ല സാധാരണയായിട്ട് എക്സ് കൊടുക്കാറ്. ഓക്കെ, നമുക്ക് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം ഒന്ന് എഴുതി നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ, നമുക്ക് കോമൺ ആയിട്ട് 2x plus 1 എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ 1നെ എക്സ് കൊടുക്കാണ്, 1നെ എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2നെ എനിക്ക് എന്ത് എഴുതാം, എക്സ് പ്ലസ് 1 എഴുതാം. സോ എനിക്കിതിനെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. സംശയമുണ്ടോ? ഞാൻ 1നെ എക്സ് സ്ക്വയർ കൊടുത്തു, 1നെ എക്സ് കൊടുത്തു, അപ്പോൾ എക്സ് സ്ക്വയർ ആയി. 2ന് അപ്പം എന്താവും, എക്സ് പ്ലസ് 1, 1നോട് 1 കൂട്ടി നമുക്ക് 2 കിട്ടില്ല. സോ എക്സ് പ്ലസ് 1 കൊടുക്കാം. സോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. സംശയമൊന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വലന്റ് ആയിട്ടാണ് ഈ ഒരു ഓൾജിബ്ര വന്നിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് ഈക്വൽ ആവണ്ടേ. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2x plus 1 തന്നെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്ത് വരും? നമ്മുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാലോ. എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy അല്ലേ. സോ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈയുടെ പ്ലസിലൂടെ 1 ആണ്. സോ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ നമുക്ക് എഴുതാം പ്ലസ് 2 into xy. 2 into x അങ്ങനെ തന്നെ, വൈയുടെ പ്ലേസിലൂടെ 1 ആണ്. അപ്പൊ 2 into x into 1 വന്നു. ഓക്കെ, സോ ഇതിലൊന്നും കൂടി എക്സ് സ്ക്വയർ പ്ലസ് 2x plus 1 എഴുതാലോ. എനിക്ക് എഴുതാലോ. ഓക്കെ, ഇത് മാത്രമാണോ? ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ കൂടി ഉണ്ടല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അതായത് ഞാൻ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 2x plus 1 എഴുതി മൈനസ് എക്സ് സ്ക്വയർ അവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, എന്ത് വരും? എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ, മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, രണ്ട് കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? 2x plus 1 കിട്ടിയില്ലേ നമുക്ക്. അതന്നെയല്ലേ നമ്മളിവിടെ ജനറൽ ആയിട്ട് ഓഡ് നമ്പേഴ്സ് വെച്ച് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2x plus 1 തന്നെയല്ലേ കിട്ടി. ഓക്കെ, സോ ഇതിനെന്ത് മനസ്സിലാക്കാം? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ് അല്ലേ. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2x plus 1 തന്നെ കിട്ടുന്നുണ്ട്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൾജിബ്രായിക് എക്സ്പ്രഷൻ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, സോ നമ്മള് ഇപ്പൊ എന്താ കണ്ടുപിടിച്ചേ? നമ്മുടെ ആ ഒരു പാറ്റേണിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു പാറ്റേണിന്റെ ആൾജിബ്രായിക് ഇക്വേഷൻ, നോട്ട് എക്സ്പ്രഷൻ അല്ലേ, ഇതൊരു ഇക്വേഷൻ ആണ്. നമ്മൾ ഇതിന്റെ ഇക്വേഷൻ, ആൾജിബ്രായിക് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്താ വന്നേ? 2x plus 1 is equal to x plus 1 whole square minus x square. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇപ്പോൾ ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലേ. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഓഡ് നമ്പേഴ്സിനെ സംബന്ധിച്ച് എന്തായിരുന്നു അത്? റിലേറ്റഡ് ടു 2x plus 1. 2x plus 1 നമുക്ക് എന്താന്ന് പറയാം? ഇതൊന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. എന്താ പറയുന്നേ? we can write all odd numbers greater than 1 in the form 2x plus 1. എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ? 1നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിനും നമുക്ക് ഏത് ഫോമിൽ എഴുതാം? 2x plus 1 എന്നുള്ള ഫോമിൽ എഴുതാം. അങ്ങനെയല്ല നമ്മളിവിടെ എഴുതിയേ. ഈ 1നേക്കാളും വലിയ ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ. 1 ഇല്ല, 3 വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1നേക്കാളും വലിയ ഏത് ഓഡ് നമ്പേഴ്സിനെ നമുക്ക് ഏത് മോഡലിൽ എഴുതാം? 2x plus 1 എന്നുള്ള മോഡലിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായി. നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലായോ നോക്കി എല്ലാവരും? നമ്മള് ഇതിനെ 1നേക്കാളും വലിയ ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞല്ലേ, 2x plus 1. ഈ 1നേക്കാളും വലിയ ഓഡ് നമ്പേഴ്സ് ഏതിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി? ഇത് കണ്ടിട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അവിടെ കിടക്കുന്നത്. ഈ എക്സും എക്സ് പ്ലസ് 1 തമ്മിലുള്ള പ്രത്യേകത എന്താ? എല്ലാവരും ശ്രദ്ധിച്ചേ. ഞാൻ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിലെ 1 2 3 4 അതിനെ ഞാൻ എങ്ങനെ ആൾജിബ്ര വെച്ച് റെപ്രസെന്റ് ചെയ്യും? എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എക്സ് പ്ലസ് 1നെ ഞാൻ എക്സ് നിർത്താം, നമുക്ക് 2നെ എക്സ് പ്ലസ് 1 എഴുതാം, then എക്സ് പ്ലസ് 2 എഴുതാം, അങ്ങനെ പോകൂലേ അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ ആൾജിബ്രായിക് ഫോം എന്താ? എക്സും എക്സ് പ്ലസ് 1ഉം അല്ലേ? സോ ആ രണ്ട് നമ്പേഴ്സിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലെ, അതിന്റെ സ്ക്വയർ അല്ലെ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നമ്പറിന്റെ സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? 1നേക്കാളും വലിയ ഓഡ് നമ്പേഴ്സിനോട് ഈക്വൽ ആണ്.
ഓക്കെ, സോ ഇതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. എന്താ പറയുന്നത്? Any odd number greater than 1 can be written as the difference of consecutive perfect squares. എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഏതൊരു ഓഡ് നമ്പറിനെ നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ മെയ്ഡ് ബൈ സ്ക്വയറിംഗ് എ ഹോൾ നമ്പർ. നമ്മുടെ ഹോൾ നമ്പേഴ്സ് ഇല്ലേ, 1 2 3, അങ്ങനെ 1 2 3 എക്സെട്ര, അതിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുക. ഇവിടെ എല്ലാവരും അങ്ങനെയല്ല വന്നിരിക്കുന്നത്. നോക്കി, 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, 4ന്റെ, 5ന്റെ, 6ന്റെ ആ ഒരു ഓർഡറിലെല്ലാം പോയിക്കണം. അപ്പൊ എല്ലാവരും എന്താ, ഹോൾ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് എല്ലാത്തിനെയും പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കാം. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയെന്ന്? എനി ഓഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 can be written as the difference of കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ. അല്ലെ, അടുത്തടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർസിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? എനി ഓഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എന്താണ് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റൻ എന്താ പറയുന്നത്? Is there is a general method to compute the squares of numbers like 1 1 by 2, 2 1 by 2, 3 1 by 2. Then പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? Explain it using algebra. ക്വസ്റ്റൻ എന്താണെന്ന് മനസ്സിലായോ? കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, 1 1 by 2, 2 1 by 2, 3 1 by 2 അങ്ങനെ പോവാ. ആ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജനറൽ മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. അതിനെ ആൾജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഓരോ നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്പർ ഏതായിരുന്നു? തന്നിരിക്കുന്നത് 1 1 by 2 അല്ലേ. ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഈ മോഡല്. 1 സമ്മാക്കി എഴുതാനല്ലേ ആദ്യം ഇതിനെ. ഓക്കെ, അപ്പൊ എന്താ എഴുതാം? 1 + 1 by 2 എഴുതിക്കൂടെ? 1 എനിക്ക് 1 + 1 by 2 എഴുതാലോ. ഓക്കെ, 1 + 1 by 2 സ്ക്വയർ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എന്ത് വരും? x² + y² + 2xy. x² ഏതാ ഇവിടെ? 1 സ്ക്വയർ അല്ലേ. സോ 1 സ്ക്വയർ + y² 1 by 2 സ്ക്വയർ + 2 into x എത്ര? 1 into 1 by 2. ഇങ്ങനെയാണ് വരാം. ഓക്കെ, നമുക്കിനി അടുത്ത നമ്പർ ഒന്ന് കണ്ടുപിടിക്കാം. 2 1 by 2 സ്ക്വയർ. അത് എങ്ങനെയാണ്? നമുക്ക് ഇതുപോലെ 2 + 1 by 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇതും ഇതുപോലെ ചെയ്ത് x² + y² + 2xy ചെയ്യുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ + 1 by 2 സ്ക്വയർ + 2 into x into y അല്ലേ. 2 into x എത്ര ഇവിടെ? 2 into 1 by 2 അല്ലേ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി എഴുതാം. 3 1 by 2 കൂടി നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ത് വരും? 3 + 1 by 2 ഹോൾ സ്ക്വയർ is equal to 3 square + 1 by 2 square + 2 into 3 into 1 by 2. ഇങ്ങനെയല്ലേ വരാം. ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ 1 1 by 2 സ്ക്വയർ അല്ലേ, അതിനൊന്ന് സോൾവ് ചെയ്ത് എഴുതി നോക്കി. 1 സ്ക്വയർ ഞാൻ അങ്ങനെ തന്നെ എഴുതാം, കാരണം നമുക്ക് ജനറൽ ഫോം ആണല്ലോ കണ്ടുപിടിക്കുന്നത്. സോ സ്ക്വയർ ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. 1 by 2 സ്ക്വയർ. ഓക്കെ, എല്ലാത്തിനും 1 by 2 സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ എനിക്ക് അതിനെ സോൾവ് ചെയ്ത് എഴുതാം. 1 by 2 സ്ക്വയർ എത്രയാ? 1 by 4 അല്ലേ. സംശയമൊന്നുമില്ലല്ലോ. സ്ക്വയർ എടുക്കുമ്പോൾ രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എടുക്കണം. സോ 1 സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ 4. സോ 1 by 4 വന്നു. ഇനി അതിന് ഏതാ? 2 into അതൊന്ന് സോൾവ് ചെയ്യാം അല്ലേ. 2 into 1 എത്രയാ? 2. 2 into 1 by 2 2 by 2 വരില്ല. 2 by 2 എത്രയാ? 1. സോ നമുക്ക് ഫസ്റ്റ് ടൈം അതായത് 1 1 by 2 സ്ക്വയർ സോൾവ് ചെയ്തപ്പോൾ 1 സ്ക്വയർ + 1 by 4 + 1 വന്നു. ഇനി അടുത്തത് ഒന്ന് എഴുതി നോക്കാം. അടുത്ത എന്താ? 2 1 by 2 സ്ക്വയർ ആയിരുന്നു അല്ലേ. അതൊന്ന് എഴുതി നോക്കി. 2 സ്ക്വയർ അങ്ങനെ തന്നെ ഇട്ടു പ്ലസ് 1 by 2 സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 1 by 4 എന്ന് എഴുതാം പ്ലസ് ഇതൊന്ന് സോൾവ് ചെയ്തേ. ഇവിടെ 2 into 1 by 2 ഉണ്ട്. 2 into 1 by 2 എന്ന് പറയുമ്പോൾ again 2 by 2 1 ആവും അല്ലേ. 1 into 2 എത്രയാ? 2 അല്ലേ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കിയോ. 2 into 2 4
4/2 വരും. 4/2 എന്ന് പറഞ്ഞാലും 2 തന്നെ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. തേർഡ് വൺ 3 1/2 സ്ക്വയർ. അതെങ്ങനെ എഴുതാം? 3 സ്ക്വയർ അങ്ങനെ തന്നെ ഞാൻ എഴുതി. പ്ലസ് 1/2 സ്ക്വയർ നമുക്കറിയാം 1/4 ആണെന്നറിയാം. പ്ലസ് നോക്കിയേ, 2 into 3 6. 6 into 1 6. 6/2 എത്രയാ? 3 വന്നു. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ ഫോം തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്കിയേ. ഈ 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഈ 1 1/2 1 ആണല്ലേ. അതായത് നമ്മൾ 1 1/2 എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? 1 + 1/2 സ്ക്വയറിനെ എഴുതിയേ. അതുപോലെ ഇതിനെങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? 2 + 1/2 സ്ക്വയർ. ഇതിനെയോ 3 + 1/2 സ്ക്വയറിന് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഓക്കെ, സോ നമ്മളിത് ഏത് ഐഡന്റിറ്റി ഉപയോഗിച്ചാ സോൾവ് ചെയ്തേ? x + y ഹോൾ സ്ക്വയർ എന്നുള്ളത് അല്ലേ. അതായത് ഈ ഫസ്റ്റ് ടൈം എക്സും സെക്കൻഡ് ടൈം y ആയിട്ട് എടുത്തു. അതുപോലെ ഇവിടെ ഫസ്റ്റ് ടൈം എക്സും സെക്കൻഡ് ടൈം എന്തായിട്ട് എടുത്തു? y ആയിട്ട് എടുത്തു. അങ്ങനെയല്ലേ നമ്മൾ ഇത് കണ്ടുപിടിച്ചേ? ഓക്കെ, സോ ഇത് x + y എന്നുള്ള ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് ടൈമിന്റെ സ്ക്വയർ അല്ലേ ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് അതിനെ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? x സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. നമുക്കിതിനെ x സ്ക്വയർ എന്ന് എഴുതാം. Then 1/4 നോക്കി എല്ലാത്തിനും വരുന്നുണ്ട് അല്ലേ. സോ 1/4 നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട. 1/4 അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് നോക്കി ഇവിടെ 1 ഫസ്റ്റത്തേതിൽ 1 ആവുന്നിരിക്കുന്നത്, സെക്കൻഡിൽ 2, then 3 ആവുന്നിരിക്കുന്നത്. ഈ 1 2 3 ഒക്കെ എന്താ? നോക്കി x തന്നെയല്ലേ. ഇവിടെ x എന്തായിരുന്നു? 1. ആ 1 തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ x എന്താ? 2. അതന്നെ ഇവിടെ വന്നിരിക്കുന്നത്. then ഈ x തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. സോ x സ്ക്വയർ + 1/4 പ്ലസ് x എഴുതാതെ നമുക്ക് ഇതിന്റെ ജനറൽ ഫോം മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കി അങ്ങനെ വന്നേ. നോക്കി 1 സ്ക്വയർ ആണ്. അതായത് ഇവിടുത്തെ x ആണ്, x ന്റെ സ്ക്വയർ. സോ x സ്ക്വയർ എഴുതി. പ്ലസ് 1/4 എല്ലാത്തിനോട്. സോ 1/4 അങ്ങനെ തന്നെ എഴുതി. then തേർഡ് ടൈം എന്താ? 1 ആ വന്നിരിക്കുന്നത്. അതായത് ഇവിടുത്തെ x തന്നെ വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ. 2 x തന്നെയാണ് വന്നിരിക്കുന്നത്. 3 x തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ x ജനറലൈസ് ചെയ്തു. സോ ഇതിന്റെ ജനറൽ ഫോം ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? x സ്ക്വയർ + 1/4 + x. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ മോഡലിൽ വരുന്ന നമ്പേഴ്സിനെ, അതായത് 1 1/2 2 1/2 3 1/2 അങ്ങനത്തെ മോഡലിൽ വരുന്ന നമ്പേഴ്സിനെ നമുക്ക് ജനറൽ മെത്തേഡ് വെച്ച് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അതിന് ആൾജിബ്ര വെച്ച് നമ്മൾ റെപ്രസെന്റും ചെയ്തു അല്ലേ. നോക്കി ഇവിടെ 3 1/2 സ്ക്വയർ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ഇവിടെ എക്സിന് 3 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ 3 സ്ക്വയർ എത്ര വരും? 9 + 1/4 + 3 ചെയ്താൽ നമുക്ക് 3 1/2 സ്ക്വയറിന്റെ ആൻസർ കിട്ടും. ഇത് ജനറൽ മെത്തേഡ് വെച്ച് കമ്പ്യൂട്ട് ചെയ്തൂടെ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവണേ? നമ്മൾ കുറെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? എന്താ പഠിച്ചേ? നമ്മൾ ഫസ്റ്റ് ഒരു പാറ്റേൺ കണ്ടു അല്ലേ. അതിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു വന്നിരുന്നേ? 1നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിനെ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യും? 2x + 1 നമുക്ക് ആൾജിബ്ര വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേ? അതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാന്ന് പറഞ്ഞേ? 2x + 1 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ x + 1 ഹോൾ സ്ക്വയർ - x സ്ക്വയർ. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? എനി ഓഡ് നമ്പർ വിച്ച് ഗ്രേറ്റർ ദാൻ 1. 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഓഡ് നമ്പറിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആക്കി എഴുതാന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു ഇല്ലേ. പിന്നെ നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അതിന് ആൾജിബ്ര വെച്ച് എങ്ങനെ എഴുതണമെന്ന് നോക്കി. മനസ്സിലാവുന്നതല്ല എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരട്ടെ? നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ. അഗെയിൻ ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ. 1 സ്ക്വയർ + 4 × 2 = 3 സ്ക്വയർ. Then 2 square + 4 × 3 = 4 square. Then 3 square + 4 × 4 = 5 square. Write the next 2 lines. അടുത്ത 2 ലൈൻ എഴുതാൻ പറഞ്ഞിരിക്കുക ഈ പാറ്റേൺ. ഓക്കെ, then next question എന്താ? explain the general principle using algebra. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത 2 ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ അതിന് ആൾജിബ്ര വെച്ച് ഒന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ ക്ലാസ്സിൽ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.